പാർട്ടി സെക്രട്ടറി MLA അതുകൊണ്ട് കാര്യമില്ല. MLA എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിവില്ലാവളായിരിക്കണം. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അതൊരു മാഷൊന്നുമല്ല, അയാൾ ഡ്രില്ല് മാഷാണ്. വാചകം അടിക്കും, പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് അടിച്ച് പ്രസംഗിക്കുന്നതല്ലാതെ ജനങ്ങൾക്കൊരു ഉപകാരമൊന്നും ഇവരെ കൊണ്ടൊന്നുമില്ല. മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മത്സരിക്കുന്നൊന്നുമില്ല, എന്നാൽ കൂടി ഞാൻ ഇന്നലെ വരെ അത് പറഞ്ഞത് മാഷ് മുഖ്യമന്ത്രിയായി വരണേന്ന്. നമ്മളെ മണ്ഡലത്തിൽ, തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഗോവിന്ദൻ മാഷ് MLA എന്നുള്ള രീതിയിൽ നല്ല പുരോഗതിയാണ്. ഇതുവരെ ഉണ്ടാകാത്ത ഒരു 50 വർഷത്തിന് മുമ്പ് ഉണ്ടാകാത്ത പുരോഗതിയാണ് കൈവരിച്ചത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ മൊത്തം. ഇയാളെ കൊണ്ട് ഒരു കാര്യമില്ല. ഈ ഗോവിന്ദൻ മാഷെ കൊണ്ട് മുമ്പിൽ എത്തിച്ചത്. നമ്മളൊരാളെ വിശ്വസിച്ചു, ആ വിശ്വാസം നമുക്ക് നേടിയെടുക്കുന്നു. നല്ല മുഖ്യമന്ത്രിയാണ്. നല്ല മുഖ്യമന്ത്രി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലം തളിപ്പറമ്പിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 14 തെരഞ്ഞെടുപ്പുകളിൽ 13ലും ഇവിടെ ജയിച്ചത് CPM പ്രതിനിധികളായിരുന്നു. MV രാഘവൻ ജയിച്ച മണ്ഡലം കൂടിയാണ് തളിപ്പറമ്പ്. ഈ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുക MV നികേഷ് കുമാർ ആയിരിക്കും. MV രാഘവന്റെ മകനും മാധ്യമപ്രവർത്തകനുമായ MV നികേഷ് കുമാർ ആയിരിക്കും എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സമയത്ത് മറ്റു ചില കണക്കുകൾ കൂടി പരിശോധിക്കണം. 2016 40,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിൽ MV ഗോവിന്ദൻ 2021 ജയിക്കുന്നത് 22,000-ലേറെ വോട്ടിന് മാത്രമാണ്. അതായത് 20,000-ഓളം വോട്ടിന്റെ കുറവ് ഈ 5 വർഷം കൊണ്ട് ഇവിടെ സംഭവിച്ചു. അതും കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 8,000-ൽ താഴെ മാത്രമാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF-നുള്ള ഭൂരിപക്ഷം. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും തളിപ്പറമ്പ് കാത്തുവച്ചിരിക്കുന്ന ജനവിധി? MV നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടെങ്കിൽ അതിനോടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒപ്പം കൗതുകമുണർത്തുന്ന മറ്റൊരു ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കുകയാണ്. CPM-ന്റെ സമീപകാല ചരിത്രത്തിൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിമാരായി പിന്നീട് മുഖ്യമന്ത്രിമാരായവരാണ്. അതുപോലെ MV ഗോവിന്ദനും മുഖ്യമന്ത്രിയാകണമെന്ന് തളിപ്പറമ്പിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക്, വോട്ടർമാർക്ക് മുന്നിലേക്ക് വെക്കുകയാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ്.